ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അതിന്. അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് മസാല പുരട്ടുന്നത് നോക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരിയാണ്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ്. ഇടിച്ച മുളക് അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ കോൺഫ്ലവർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുക്കുക. പിന്നെ ഒരു മുട്ട ഒന്ന് അടിച്ചിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് കാണിച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടി ഞാൻ 2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് കാശ്മീരിയാണ്, 1 സ്പൂണ് സാദാ മുളക് പൊടിയാണ്. നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നടുക കീറിയത്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം അത് കോരി വെക്കുകയാണ്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഡീപ് ഫ്രൈ തന്നെയാണെങ്കിൽ പോലും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ വേണ്ട. അങ്ങനെയാകുമ്പോൾ ഈ കോട്ടിംഗ് എല്ലാം ആ എണ്ണയിലേക്ക് ഇറങ്ങിപ്പോവും. തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. മാത്രമല്ല ഒരുപാട് എണ്ണ ഒഴിക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്ത് ലാസ്റ്റ് എണ്ണയൊന്നും ഒരുപാട് ബാക്കിയില്ലാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഏകദേശം 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 തവണകളായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെ ചെയ്യാം. പക്ഷേ എണ്ണ വളരെ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2 തവണകളായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്യണവർക്ക് അടിപൊളിയായിട്ട്, ഫസ്റ്റ് ടൈം ചെയ്യണവർക്ക് പോലും അടിപൊളിയായിട്ട് വരുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്